പൊതുവെ എല്ലാവരിലും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാം മതത്തില് നായ എന്നുള്ള മൃഗം വളരെ മോശപ്പെട്ട നിരുത്സാഹപ്പെടുത്തിയ ഒരു മൃഗമാണെന്ന്. എങ്കിൽ ആ തെറ്റിദ്ധാരണ തെറ്റാണ്. ഇസ്ലാമില് 3 സന്ദർഭങ്ങളിൽ നായയെ നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്താൻ പറ്റും. ഒന്നാമത്തെ സാഹചര്യം എന്നുള്ളത് ഗാർഡ് ഡോഗ് ആണ്. അതായത് കാവൽ നായ. നമ്മുടെ വീടിന്റെ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളുടെ സുരക്ഷിതത്വത്തിനോ വേണ്ടിയിട്ട് കാവൽ നായയെ നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റും. രണ്ടാമത്തെ സാഹചര്യം എന്നുള്ളത് ഹേഡിംഗ് ഡോഗ് ആണ്. അതായത് മേച്ചിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നായ. നമ്മുടെ വീടുകളിലെല്ലാം പല മൃഗങ്ങളും ഉണ്ടാകും. പശു, ആട് പോലെയുള്ള മൃഗങ്ങൾ. ഇതിനെല്ലാം മേക്കാൻ വേണ്ടി പല പുൽമേടുകളിലേക്കും അല്ലെങ്കിൽ പല വരമ്പ് തോട്ടങ്ങളിലേക്കും നാം കൊണ്ടുപോകും. അവരെ അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളർത്തു മൃഗങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നായയെ വീട്ടിൽ വളർത്താൻ സാധിക്കും. മൂന്നാമത്തെ ഒരു സാഹചര്യം എന്നുള്ളത് ഹണ്ടിങ് ഡോഗാണ്. അതായത് വേട്ടക്ക് ശരിയായ രീതിയിൽ വേട്ട പഠിപ്പിച്ച, ഞാൻ വേട്ടയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേട്ട നായ. ഇതിനോട് പ്ലസ് ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെക്യൂരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കസ്റ്റംസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്ന നായയും ഈ ഘടത്തിൽ നമുക്ക് പെടുത്താം. ഈ ഒരു 3 സാഹചര്യത്തിൽ ഇസ്ലാമിക മതത്തിൽ നായയെ വീട്ടിൽ വളർത്താൻ അനുവദനീയമാണ്. ദെൻ വീട്ടിൽ വിനോദ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ പോലെ ഒരു സിംപ്ലി പെറ്റായിട്ടോ അല്ലെങ്കിൽ ക്യൂട്ടായ ഒരു പെറ്റായിട്ടോ നായയെ വീട്ടിൽ വളർത്തൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഹറാമെന്ന് പണ്ഡിതന്മാർ എണ്ണിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട് എന്തിലധികം ഞാൻ ചെയ്യുന്ന ദിനേനയുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒട്ടുമിക്ക നന്മകളും ഇത്തരം ആവശ്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നായ വളർത്തുന്നവരുടെ പുണ്യം മാഞ്ഞു പോകും, അവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുമെന്ന് വരെ സ്വഹീഹായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണപ്പെടും. പിന്നെ ഈ നായയെ വിലക്കപ്പെട്ടത് നായയോടുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ ആ ഒരു മൃഗത്തെ നിരുത്സാഹപ്പെടുത്താറില്ല. ഈ നായയുടെ വായിൽ നിന്ന് എപ്പോഴും ഒരു നനവുള്ള തുപ്പലം ഒലിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ എന്തെങ്കിലും വസ്ത്രങ്ങളിലോ എന്തെങ്കിലും നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ ആയാൽ 7 തവണ ശുദ്ധിയാക്കണമെന്നാണ്. 7 തവണ വെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കുകയും അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു റിസ്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയ മനുഷ്യ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും അത് പ്രയാസപ്പെടും എന്നുള്ള ഒറ്റൊരു മാനദണ്ഡത്തിലാണ് നായ എന്ന മൃഗത്തെ ഈ 3 ആവശ്യങ്ങൾക്കല്ലാതെ വീട്ടിൽ വളർത്തുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്. അതല്ലാതെ നായയെ വെറുക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നല്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നായകളെ കൂട്ടത്തിൽ 4 വിധം നായ. ഒന്ന് പോലീസ് നായയാണ്. അതിനാരും എറിയാറില്ല. കാരണം എറിഞ്ഞാ പൂതി മാറിപ്പോകും. അതിനാരും എറിയാറില്ല. മറ്റൊന്ന് കാവൽ നിൽക്കുന്ന നായയാണ്. അതിനെയും ആരും എറിയാറില്ല. കാരണം കാവൽ നിൽക്കുന്ന നായ അത് മറ്റൊരു മനുഷ്യന്റേതാണ്. അതിനെ എറിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ വെറുതെ വിടൂല. മൂന്നാമത്തൊരു നായയാണ് അതെ വേട്ടയാടുന്ന നായ. ഫത്ഹുൽ മുഈൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു മുഅല്ലമായ നായ. ആ മുഅല്ലമായ നായ അത് പിടിച്ചുകൊണ്ടുവന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലിയിട്ട് ആ നായയെ വേട്ടമൃഗത്തെ പിടിക്കാൻ വേണ്ടി പറഞ്ഞേച്ചാൽ ആ വേട്ടമൃഗത്തെ അത് പിടിച്ചുകൊണ്ടുവന്നാൽ കൊണ്ടുവരുന്നതിനിടയിൽ ആ മൃഗം ചത്തുപോയാൽ തന്നെ നമുക്കതിനെ തിന്നുന്നതിന് വിരോധമില്ല. ആ നായ പിടിച്ചുകൊണ്ടുവന്ന് തിന്നുന്നതിന് വിരോധമില്ല. നായ തൊട്ട സ്ഥലം 7 പ്രാവശ്യം കഴുകണം. 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അതിൽ നമുക്ക് സംശയമില്ല. അതേ സമയത്ത് അത് ആ നായ പിടിച്ചുകൊണ്ടുവന്ന മൃഗം വേട്ട നായയാണെങ്കിൽ ബിസ്മി ചൊല്ലി പറഞ്ഞേച്ചത് മൂമിനായ മനുഷ്യനാണെങ്കിൽ ആ നായ പിടിച്ചുകൊണ്ടുവന്ന് നമുക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരാള് തോക്കെടുത്തിട്ട് ഒരു വേട്ടമൃഗത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു കളഞ്ഞാൽ അതിനെ നമുക്ക് തിന്നാൻ പറ്റില്ല. വെടിവെച്ച് കൊന്നാൽ നമുക്ക് തിന്നാൻ പറ്റില്ല. നേരെ മറിച്ച് കാലിന്റെ കുളമ്പിനോ മറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലത്തിന് കാലിന്റെ പാദത്തിനോ മറ്റോ വെടികൊണ്ട് മൃഗം വീണെടുത്ത് പോയിട്ട് അതിനെ അറുത്ത് അങ്ങനെയായാൽ പറ്റൂ. അല്ലാതെ വെടിവെച്ചിട്ട് ചത്തുപോയാൽ അത് തിന്നാൻ പറ്റില്ല. അതേസമയത്ത് ഈ നായ വേട്ട പഠിപ്പിക്കപ്പെട്ട നായ അതിനെ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് പറഞ്ഞു വെച്ചിട്ട് ആ നായ മൃഗത്തിനെ പിടിച്ചു കൊണ്ടുവന്നാൽ അത് ചത്തുപോയാലും നമുക്ക് തിന്നാം. അതിനൊരു നിബന്ധനയുണ്ട്. അതെന്താണ്? ആ മൃഗത്തിന്റെ മാംസം ആ നായ തിന്നിരിക്കരുത്. ആ നായ അതിൽ നിന്ന് തിന്നിട്ടുണ്ടേ നമുക്ക് തിന്നാൻ പറ്റില്ല. കാരണം അത് നമുക്ക് വേണ്ടി പിടിച്ചതല്ല, മൂപ്പർക്ക് വേണ്ടി പിടിച്ചതാ. അതുകൊണ്ടാണ് മൂപ്പരയിൽ നിന്ന് തിന്നത്. ഇനി അത് തിന്നതിന്റെ ബാക്കി നമ്മൾ തിന്നണ്ട, അല്ലെങ്കിൽ നമുക്ക് തിന്നാം. അങ്ങനെയാണ് നിയമം. ആ നായക്ക് പേര് മുഅല്ലമായ നായ. മുഅല്ലിമല്ല, മുഅല്ലം. മുഅല്ലമായ നായ.
മുഅല്ലം എന്ന് പറഞ്ഞാൽ വേട്ട പഠിപ്പിക്കപ്പെട്ട നായ. അവിടെ മുതഅല്ലിമീങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് അവിടെ. അതെന്താണ്? പഠിച്ചാൽ ഏത് നായ്ക്കും ബഹുമാനുണ്ട്. കാരണം ഏത് നായും പിടിച്ചുകൊണ്ടാ തിന്നാൻ പറ്റൂല. ഇത് പഠിച്ച നായായിരിക്കണം. ഇത് പഠിച്ച നായാണ്, വേട്ട പഠിച്ച നായയാണ്, വേട്ട പഠിപ്പിക്കപ്പെട്ട നായ. അത് പിടിച്ചുകൊണ്ടുവന്നാൽ തിന്നാൻ പറ്റുമോ? പഠിച്ചാൽ ഏത് നായക്കും ബഹുമാനുണ്ട് എന്നാണ് അത് പഠിപ്പിക്കുന്നത്. പഠിക്കണം, പഠിക്കണം. എപ്പോഴും പഠിക്കാനാണ് മനുഷ്യൻ സമയം കണ്ടെത്തേണ്ടത്, കളിക്കാനല്ല. ഓ സഹോദരന്മാരെ, ആ നായ അതൊരു സൈസ് നായ. നാലാമത്തൊരു സൈസ് നായയാണ് തെരുവ് നായ. തെരുവ് നായ, ഈ തെരുവ് നായയുടെ ഡ്യൂട്ടി എന്താണ്? ആ തെരുവ് നായന്റെ ഡ്യൂട്ടി, അതിനെയാണ് പലപ്പോഴും നമ്മൾ കല്ലെറിയാറ്. പക്ഷേ പറയട്ടെ, ഒരൊറ്റ നായയും കല്ലെറിയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചിട്ടില്ല. കടിക്കുന്ന നായയാണെങ്കിൽ ശല്യം ചെയ്യുന്ന നായയാണ്, അതിനെ കൊല്ലേണ്ടതാണ്. അത് പലപ്പോഴും ഗ്രാമപഞ്ചായത്തിന്റെ വകയെ തന്നെ കൊല്ലും. ഇല്ലേ നമ്മൾ കൂടിക്കൊടുക്കണം, ഇല്ലേ നമ്മൾ ഗ്രാമപഞ്ചായത്തിന് കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കടിക്കുന്ന നായയെ കൊല്ലാം, അല്ലാത്ത നായകളെ കൊല്ലാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. നായയാണ്, ശരിയാണ്, പക്ഷേ അതിനെ ദ്രോഹിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു നായ, ആ നായക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിന് വെള്ളം വെള്ളം ഷൂയിൽ കോരിയെടുത്ത് നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരു വ്യക്തിയുടെ ദോഷം പൊറുക്കപ്പെട്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്നും അവിടുന്ന് പഠിപ്പിച്ചു. അങ്ങനെ നായയോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥത്തിന്റെയും നേതാവിന്റെയും അനുയായികളാണ് നാം. ഖുർആൻ നോക്കിയാൽ ഒരു നായയുടെ ബഹുമാനം ഖുർആനിൽ കാണാം. ആ നായ ഏത് നായയാണ്? 7 ഔലിയാക്കള് അവരുടെ ആശയം അതാ സംരക്ഷിക്കാൻ വേണ്ടി ശത്രുവായ ഭരണാധികാരിയിൽ നിന്ന് അതാ ഒളിച്ചോടി പോയിട്ട് ഒരു ഗുഹയിൽ പോയി താമസിച്ച 7 ഔലിയാക്കള്. ആ 7 ഔലിയാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്ത്, ആ അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. അവിടെ പോയി കൂടിയ 7 ഔലിയാക്കളെ ചരിത്രമുള്ളൊരു സൂറത്താണത്. ആ ഔലിയാക്കളെ മഹത്വം പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരു നായയുടെ മഹത്വം പറയുന്നു. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. അവരുടെ നായ അവരുടെ ഗുഹമുറ്റത്ത് അതാ കയ്യും അതാ പരത്തി വെച്ച് അവിടെ കിടക്കുന്നു എന്ന് മാത്രമല്ല, ആ ഔലിയാക്കളെ എണ്ണം പഠിച്ചവൻ പറയുമ്പോ അല്ലാഹു ഖുർആനിൽ പറയുന്നു സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. അവർ 7 ഔലിയാക്കളാണ്, അവരിൽ 8ാമത്തേത് അവരുടെ നായയാണ്. ഔലിയാക്കളെ കൂട്ടത്തിൽ മെമ്പറാക്കിയിരിക്കുകയാണ് നായന് അല്ലാഹു ഖുർആനിൽ. എന്താ കാരണം? ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ടാ. ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ട്. ഒരാളൊരാളെ സ്നേഹിച്ചവന്റെ കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്നേഹിക്കേണ്ടവരെ മാത്രമേ സ്നേഹിക്കാവൂ. അള്ളാഹിനെ സ്നേഹിക്കണം, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, അവന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ സ്നേഹിച്ചവന്റെ കൂടെയാണ്. 7 ഔലിയാക്കളെ സ്നേഹിച്ച് കൂടെ കൂടിയ നായയാണ്. ആ നായയെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തുകയാണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാണാം സഹാബത്തിൽ നിന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചു. ആ 7 ഔലിയാക്കളുടെ പേര് എഴുതി വെച്ചാൽ വീട്ടിന്റെ കാവലാണ്. 7 ഔലിയാക്കളുടെ പേരിന്റെ കൂടെ ആ ഔലിയാക്കളുടെ കൂടെ പോയ നായന്റെ പേരും എഴുതി വെക്കണം. ആ നായയുടെ പേരാണ് ഖിത്മീർ. ഇപ്പോഴും ചില വീട്ടിന്റെയും കടയിടുക്ക് മുന്നിൽ എഴുതി വെച്ചത് കാണാം. അത് തഫ്സീറിന്റെ ഖുർആൻ പണ്ഡിതന്മാർ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ബഹുമാനം ആ നായക്ക് കിട്ടി. അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിച്ചതിന്റെ പേരിലാണ്, സ്നേഹിച്ചവരോടുകൂടെ ത്യാഗത്തിന് മുതിർന്നതിന്റെ പേരിലാണ്. ഖുർആൻ ആ നായയെ പുകഴ്ത്തി പറയുകയാണ്. അവിടെ നായാന്ന് വിചാരിച്ചിട്ട് നിന്ദിക്കണ്ട. നായയും അള്ളാഹുവിന്റെ ജീവിയാണ്. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അത് വേറെ നിയമമാണ്. നിയമത്തിന്റെ റൂട്ടിലങ്ങ് പോകും. നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ കാക്കിറ്റ് തുപ്പി, എന്നാൽ അതിന്റെ വകയിൽ ചുണ്ട് കഴുകണമെന്നില്ല. പക്ഷെ നമ്മൾ മൂത്രമൊഴിച്ചാലോ
അവിടെ കഴുകണം, നിയമമാണ്. ഇനിയോ അതെന്ത്, അത് പുറപ്പെട്ടത് നജസാണ്, അപ്പൊ അവിടെ കഴുകണം. കാർക്കിച്ചു തുപ്പിയപ്പോ പുറപ്പെട്ടത് നജസല്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഛർദ്ദിച്ചാൽ വായ കഴുകണം. അതെന്താ കാരണം? വായക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, നജസ് തൊട്ടുകൊണ്ടാണ്, അല്ലേ? അപ്പൊ അത് വേറെ വിഷയം. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അത് നിയമമാണ്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ഛർദ്ദിച്ചാല് വായ കഴുകണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഛർദ്ദിച്ച വായില് കുറെ ചരക്കല്ലെടുത്തിടാൻ പറ്റുമോ? അല്ലെ കുപ്പിച്ചില്ലിടാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. വായയെ ദ്രോഹിക്കാൻ പറ്റില്ല, ഒരു അവയവത്തെയും ദ്രോഹിക്കാൻ പറ്റില്ല. ഇതുപോലെ നായനെയും ദ്രോഹിക്കാൻ പറ്റില്ല. നായനെ വെട്ടാൻ പാടില്ല, നായനെ കൊല്ലാൻ പാടില്ല, നായനെ ദ്രോഹിക്കാൻ പാടില്ല. നായ അല്ലാഹുവിന്റെ ജീവികളിൽ ഒരു ജീവിയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നായനെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യരും തെറ്റിദ്ധരിക്കരുത് അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ പറയണോ നായനെ തന്നെ തെറ്റിദ്ധരിക്കരുത്? ഫത്ഹുൽ മുഈനിൽ നായനെ തെറ്റിദ്ധരിക്കരുത്. എപ്പോ ഒരു ബക്കറ്റ് വെള്ളം, ആ വെള്ളം നമ്മൾ ഉദു കൊടുക്കാൻ വേണ്ടി വെച്ച വെള്ളം, നമ്മൾ വരുമ്പോണ്ട് ഒരു നായ ആ ബക്കറ്റിൽ നിന്ന് തലയിങ്ങനെ പൊക്കുന്നു. വെള്ളം തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ല, നായ തല പൊക്കുന്നതേ കണ്ടിട്ടുള്ളൂ, വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ ആ വെള്ളം നജസാണ് എന്ന് മനസ്സിലാക്കി ഒഴിച്ചു കളയണോ? മറച്ചു കളയണോ? ഒഴിച്ചു കളയണോ? വേണ്ട, ആ വെള്ളം കൊണ്ടൊന്നും കൊടുക്കാം. കാരണം നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നായ മുഖം ഇങ്ങനെ പൊക്കുന്ന കണ്ടില്ലേ? മുഖം പൊക്കിയത് കൊണ്ട് തൊട്ട വെള്ളമൊന്നുണ്ടോ? നമുക്ക് നല്ല വിചാരിച്ചുകൂടെ അതിനെ പറ്റി? അത് തൊട്ടിട്ടില്ല എന്ന് വിചാരിക്കണം. പിന്നെ എന്തിനാ മുഖം താഴ്ച നോക്കിയത്? നമ്മളൊക്കെ കിണറ്റിൽ നോക്കില്ലേ ചിലപ്പോ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കാൻ. അതുപോലെ അത് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് നോക്കിയത്. നല്ല വിചാരിക്കണം നായനെ പറ്റി. ഒരു നായനെയും തെറ്റിദ്ധരിക്കരുത്, ഒരു നായനെയും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഇസ്ലാം നമ്മൾ കാണുന്നവരൊക്കെ തെറ്റിദ്ധരിക്കല, നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കല, അങ്ങനെ പാടില്ല. ഒരു നായനെയും തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഇസ്ലാം. അങ്ങനെയാ ഖുർആൻ പഠിപ്പിച്ചത്. ഒരാളെയും പരിഹസിക്കരുത്, ആരെയും നിന്ദിക്കരുത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഖുർആൻ ഓതുന്ന ശൂന്യമായ വീടാണ് ഖുർആൻ ഓതാത്ത വീട്. ഏത് വീടിനകത്താണോ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവിടെ ബറക്കത്തുണ്ടാവുകയാണ്, പിശാചിന്റെ ശ്രദ്ധപടന്ന് മാറുകയാണ്, റഹ്മത്തിന്റെ മാലാകമാരവിടന്ന് കടന്നു വരികയാണ്. അൻഹദർ ഇബ്നു ഐനാനിൽ ഹനഫി റളിയല്ലാഹു തആല അൻഹു അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല إن البيت ليتسع على أهله وتحضر الملائكة وتهجر الشياطين ويكسر خيره أن يقرأ فيه القرآن وإن البيت ليضيق على أهله وتهجر الملائكة وتحضر الشياطين ويكل الخيرات. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വീട്ടിലുള്ള ആളുകൾ വിശാലമാവുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്താണോ പാരായണം ചെയ്യുന്നത് ആ വീട്ടുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുകയാണ്, അവിടുന്ന് വിശാലത ചെയ്യുകയാണ്. മലക്കുകളുടെ സാന്നിധ്യം വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വീടിനകത്തേക്ക് കടന്നു വരുന്നു. മലക്കുകളെ കടന്നു വന്നാൽ പിന്നെ ശൈത്താനിന് അവിടെ കഴിയില്ലല്ലോ. മലക്കുകളെ കടന്നു വന്നാൽ പിശാചുകൾ അവിടെ നടിച്ചിറക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുണ്ടല്ലോ, ഒരു വീടിന്റെ അകത്ത് ജനങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതാതെ വന്നാൽ മലക്കുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഒഴിവാവുകയാണ്. അതിൽ പിശാചുകൾ താമസിക്കുകയാണ്. അതാ പിശാചുകൾ ആ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. സർവ ഐശ്വര്യങ്ങളും കുറഞ്ഞു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ മേടിച്ചു വെക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ നിനക്ക് ഐശ്വര്യമുണ്ടാകും, നിനക്ക് സമാധാനമുണ്ടാകും, നിനക്ക് ബറക്കത്തുണ്ടാകും. നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മലാകമാര് കടന്നു വരും. പിശാചിനെ മലക്കുകൾ അടിച്ചിറക്കും. അല്ലാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണം നിന്റെ കുടുംബത്തിനുണ്ടാകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ
സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂറത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി പറയുന്നുണ്ട്, നബിയെ, ഞാൻ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ എന്റെ വീടിന്റെ കുതിരകളൊക്കെ കിടന്ന് ചാടുന്നു നബിയെ. കുതിരകളൊക്കെ, ഞാൻ ഖുർആൻ നിർത്തി, അപ്പൊ കുതിരകളുടെ ചാട്ടം നിന്നു. പിന്നെയും ഒന്ന് ഓതാൻ തുടങ്ങി, കുതിരകൾ കിടന്ന് ചാടുന്നു. പിന്നെയും നിർത്തുന്നു, മിണ്ടാതിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബി പോയി പറഞ്ഞപ്പോ ചോദിച്ചു, നീ ഓതിയ സൂറത്ത് ഏതാ? സൂറത്തുർ റഹ്മാൻ ഓതിയതാ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാ ചില മയ്യത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങൾ കടന്ന് ചാടുന്ന എന്താ? മലക്കുകളെ കണ്ടിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടിനകത്തേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരണമെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ സംരക്ഷണം അള്ളാഹു നൽകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. النعمان بن بشير رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال إن الله كتب كتابا قبل أن يخلق السماوات والأرض ب1000 عام أنزل منه آيتين ختم بها سورة البقرة ولا يقرآن في دار 3 ليال فيقربها الشيطان. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു, സഹാബിയുടെ പേര് കണ്ടപ്പോഴാ മഹാനായ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, എനിക്ക് അല്ലാഹു ഒരു മകനെ തന്നു, അവന്റെ പേര് നുഅ്മാൻ എന്നിടാൻ ആഗ്രഹിക്കണം. നുഅ്മാൻ, അല്ലാഹു സഹാബിയുടെ ബർക്കത്ത് കൊണ്ട് ഖൈറാക്കുമാറാകട്ടെ. അല്ലാഹു എനിക്കൊരു ആൺകുട്ടിയെ കൂടെ തന്നു, അൽഹംദുലില്ലാ. അല്ലാഹു കണ്ണിന് കുളിർമയുള്ള സന്താനമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പെണ്ണിനെ കാത്തിരുന്ന് അൽഹംദുലില്ലാ, എന്തായാലും അല്ലാഹു തരുന്നതല്ലേ. എന്ത് പേരായിടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. എന്താ എല്ലാരും ചോദിച്ചു എന്ത് പേരിടാനാ? അപ്പോഴിങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരാണ് നുഅ്മാൻ. അബൂ ഹനീഫ തങ്ങളുടെ പേര്, സഹാബിയുടെ പേരാണ് നുഅ്മാൻ. എന്തായാലും അല്ലാഹു മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് ശൈത്താനെ ഇറക്കാനുള്ള വഴിയാ. എന്റെ വയത് വെക്കണ താത്താമാരൊക്കെ കേട്ടോ, ശൈത്താനുണ്ടെന്ന് പറയണ താത്താമാര് കേട്ടോ, വീട്ടിൽ നിന്ന് ശൈത്താനെ ഇറക്കാൻ പൈസ ഒന്നും വേണ്ട, ഇത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹു ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ നിന്ന് 2 വചനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആ 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ അടുക്കലിരുന്ന കിതാബിൽ എഴുതിയിരുന്ന 2 വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രണ്ട് ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് പോയിട്ട് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ 3 രാവുകൾ ആ വീടിനോട് ശൈത്താൻ അടുക്കുക പോലുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 2 ആയത്ത് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീടിനകത്ത് പോയിരുന്നു ഓതിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി 3 ദിവസം ശൈത്താൻ ആ പരിസരത്ത് വരില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാണ് 2 ആയത്ത്? ഏതാ മനുഷ്യന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സൂറത്തുൽ ബഖറ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുകൾ. ഏതായത്തുകൾ? പോയിട്ട് നോക്കിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താനെ ഓടിക്കാൻ പൈസ ഇല്ലാതെ നടക്കോ? പൈസയെ മുടക്കണ്ട, ഇത്തിരി കഷ്ടപ്പാടെങ്കിലും ഉണ്ടല്ലോ. സൂറത്തുൽ ബഖറയിലുള്ള 2 ആയത്തുകൾ
ഈ 2 ആയത്തുകൾ ഏത് വീടിന്റെ അകത്താണോ പാരായണം ചെയ്യുന്നത് 3 ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് ഇബ്ലീസ് വരില്ല. അത്രയെങ്കിലും സമാധാനം കിട്ടൂലേ? എന്തോ ഷാജിയാണ് ചിരിക്കണേ? ഇന്ന് തന്നെ ഇറക്കി വിടാല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായത്ത്? അൻസാരിയാണ് എൻ്റെ മുഖത്ത് നോക്കിയിരിക്കണേ. ഏതായത്തന്നെ? കടക്കകത്ത് കൂടിയിരിക്കണേ ഇറക്കണമില്ലേ? മുബാഷണന്റെ മില്ലിൽ എന്തോ കൂടിയിട്ടുണ്ട് കേട്ടാ. ഇറക്കി വിടണം. ആയത്തുൽ കുർസി, ആമന റസൂലില്ലേ? ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 ആയത്തുകൾ ഞാൻ ഹദീസല്ലേ പറഞ്ഞ്, വേറൊന്നുമല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇബ്ലീസ് പോയി 3 ദിവസം സമാധാനത്തോടെ ഭാര്യ മക്കൾ കഴിയാം. നിസ്കരിക്കാതെ കിടക്കണ പെണ്ണുമ്പിള്ളേരുടെ തലയെ കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആ ശൈത്താനല്ല. നിസ്കാരമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഉസ്താദ് ഞാൻ എന്തൊക്കെ ഓതിയിട്ട് ഇറങ്ങിപ്പോണില്ലല്ലോ ഉസ്താദ്, അതിനാദ്യം വേറെ ഓതണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ നമ്മുടെ വീടുകളിൽ മലക്കുകളുടെ പ്രവേശനം ഉണ്ടാകണം. 3-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരാനുള്ള വഴി പറഞ്ഞു. ഇനി സൗകര്യം ചെയ്തു കൊടുക്കണം. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അപ്പം മലക്കുകൾ കടന്നു വരാനുള്ള 1-ാമത്തെ വഴി അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീട്. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീട്. 2 നിസ്കരിക്കുന്ന വീട്. ഇങ്ങോട്ട് നോക്ക്, 2 നിസ്കരിക്കുന്ന വീട്, 3 ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന വീടിതാ. ഇനി മലക്കുകൾ വരണമെങ്കിൽ നിന്റെ വീട് സൗകര്യപ്പെടുത്തണം. എല്ലാ വീട്ടിലും മലക്ക് വരൂല. അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലാവരും നിന്റെ വീട്ടിലേക്ക്, എല്ലാ വീടുകളിലേക്കും കടന്നു വരൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അന്നബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അന്നിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ വരാത്തതിന്റെ കാരണം പറയാ. നിന്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരാത്തതെന്നറിയുമോ? താടിയുള്ള, തഴമ്പുള്ള, തൊപ്പിയുള്ള, നിസ്കാരമുള്ള ഓരോ മനുഷ്യന്റെയും വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് വരുന്നില്ല. സമാധാനമില്ല. സദഖ കൊടുത്തിട്ടും നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും പടച്ചവനെ എന്തൊക്കെ നന്മ ചെയ്തിട്ടും നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തില്ലേ, സമാധാനമില്ലേ? അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാ. മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, 2 വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, പള്ളി കെട്ടാൻ പൈസ കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നടക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അതിന്റെ കാരണം നിന്റെ വീട്ടിലേക്ക് 2 വീടുകൾ, 2 കാര്യങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മലക്കുകൾ വരൂല. നിന്റെ വീട്ടിലേക്കും മലക്കു വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പട്ടിയെ ഏത് വീട്ടിലാണോ വളർത്തുന്നത്, പട്ടിയെ വളർത്തുന്ന വീട്ടിലേക്കും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ പട്ടിയൊന്നും വളർത്തൂല, മുസ്ലിമീങ്ങളല്ലേ? നമ്മള് പട്ടിയെ വളർത്താത്തവരാ. പോകട്ടെ, പൂച്ചയല്ലേ വളർത്തുന്നുള്ളൂ. പോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിരിക്കണ എന്താ? ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നു. റബ്ബേ, എവിടെ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഇങ്ങനെ കിടക്ക. ഞാൻ ഇങ്ങനെ നോക്കി, എന്താ കിടക്കണത്? ഒരു പൂച്ച. ഉസ്താദേ, 30,000 രൂപയാണ്. സുബ്ഹാനല്ലാഹ്.
30,000 രൂപയുടെ പൂച്ച, മീശയും ഉള്ള വലിയ പൂച്ച. എഴുന്നേറ്റ് വരുമ്പോ കാണാൻ എന്ത് രസം. ആ വീട്ടില് പെൺകുട്ടി വന്നിട്ട് അതിനിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ ഓളത്ത് വെച്ചുകൊണ്ട് പോവാ. പടച്ചവനെ എന്നരിച്ചേക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവൾ അതുപോലെ അവളുടെ കുഞ്ഞിനെ എടുത്തിരുന്നെങ്കിൽ എന്നേ നന്നായേനെ. ആ പൂച്ചയെടുത്തുകൊണ്ട് വണ്ടിയിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ, കുപ്പിപ്പാല് കൊടുക്കണില്ലേ അല്ലേ? ആ പൂച്ചയെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം മക്കളെ സ്നേഹിച്ചാൽ മതിയായി. ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പൂച്ച മതി. അവസാനം അതാ അള്ളുന്നത് പലപ്പോഴും കയറിയിട്ട്. പൂച്ചയുടെ സ്വഭാവമാകാതിരുന്നാൽ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെ, ഇത് ചോദിക്കുമ്പോ പറയും ഉസ്താദെ പൂച്ച. ഞാൻ പറഞ്ഞു മടുത്തു അതിനെ കുറിച്ചൊക്കെ. പൂച്ചയെ നബി സ്നേഹിച്ചിട്ടുണ്ടല്ലോ. പൂച്ച വീട്ടിൽ വന്ന ആട്ടി ഓടിക്കരുത്. പൂച്ച വീട്ടിൽ വന്ന ആട്ടി ഓടിക്കാൻ പാടുണ്ടോ? ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവിയാ പൂച്ച. എത്ര പേരെ എടാ പൂച്ചയെ ആട്ടി ഓടിക്കരുതെന്ന് പറഞ്ഞാൽ പൂച്ച നിന്റെ വീടിന്റെ പുറകിലൊക്കെ ഇങ്ങനെ നടക്കണ പൂച്ചയില്ലേ, എന്തേ അതിനെ ആരും വീട്ടിൽ കയറ്റി വളർത്താത്ത? എന്താ നബി പൂച്ചയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ വീടിന്റെ പരിസരത്ത് 5-6 പെറ്റി കിടക്കണ പൂച്ച എന്താ നീ വളർത്താത്ത? ഈ പൈസ കൊടുക്കുന്ന പൂച്ച, പൈസ കൊടുത്ത് 10,000-ഉം 20,000-ഉം കൊടുത്തു മേടിക്കുന്ന പൂച്ചയെ മാത്രമേ വളർത്താൻ പാടുള്ളൂ. ഈ പാപങ്ങൾ മാർക്കറ്റിലൊക്കെ നടക്കണ പൂച്ചകളില്ലേ, എന്തേ വളർത്താത്ത? എന്താ നാസറിനെ? എടാ നിങ്ങളുടെ കടയിൽ എവിടെയൊക്കെ ആ പൂച്ച എന്താ വളർത്താത്ത? അത് വീടിനകത്ത് കയറ്റാൻ പറ്റില്ല. അത് പറഞ്ഞ അനുസരിക്കാത്ത പൂച്ച. അത് തന്നെ എല്ലാ വീട്ടിലും ഇപ്പൊ പൂച്ചയെ വളർത്തൽ. എന്താ വലിയ താടിയുള്ള ഹാജിയുടെ വീട്ടിലും പൂച്ചയെ വളർത്തല. എടാ നിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് വല്ലപ്പോഴും കഴിക്കാൻ വരുന്ന പൂച്ചയ്ക്ക് നീ ഭക്ഷണം കൊടുക്ക്. നീ അതിനെ ആട്ടി ഓടിക്കല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനെ നീ വീടിന്റെ ബെഡ്റൂമിനകത്ത് കയറ്റാറില്ല. അതിന് കൂടില്ല. അതിനെ കണ്ടാ ഓടിക്കും. പൈസ കൊടുത്ത് മേടിച്ചതിന് കൂടും ഫാനും പ്രത്യേക ഭക്ഷണവും. ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെ വളർത്തുന്ന വീട് 2. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പട്ടിയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു രൂപങ്ങളുള്ള വീട്. രൂപങ്ങളുള്ള വീട്. ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കല്യാണ ഫോട്ടോ നോക്കിയിട്ടിരിക്കുക വീടിനകത്ത്. മക്കളുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എവിടെ? വീടിന്റെ അകത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഏത് വീട്ടിലാണോ വെച്ചിരിക്കുന്നത് അവിടെ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരുടെ ചിത്രമാകട്ടെ, നിന്റെ വാപ്പയുടേതാകട്ടെ, നിന്റെ ഉമ്മയുടേതാകട്ടെ, നിന്റെയും നിന്റെ ഭാര്യയുടേതാകട്ടെ, നിന്റെ മക്കളുടേതാകട്ടെ, പടച്ചവനെ ഏതെങ്കിലും ഒരു ജീവിയുടേതാകട്ടെ, രൂപങ്ങൾ, ജീവനുള്ള വസ്തുവിന്റെ രൂപങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ചാ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അത് ഏത് കൊലകൊമ്പന്റെ ആണെങ്കിലും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തെളിവ് ഞാൻ പറഞ്ഞു തരാം. ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നഹാ ഖാലത്ത് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം في ساعة يأتيه فيها فجاءت تلك الساعة ولم يأتي وفي يده عصا فألقاها من يده وقال ما يخلف الله وعده ولا رسله ثم استقل ثم اتفل فإذا جرء قلب تحت سريري فقال يا عائشة متى دخل هذا القلب ها هنا فقلت والله ما دريت فأمر به فأخرج فجاء جبريل فقال رسول الله صلى الله عليه وسلم واعتدني فجلست لك. ചരിത്രം പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വഹിയുമായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്ന സമയത്ത് ജിബ്രീൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല.
വരണ്ട സമയമായിട്ടും അവിടെ നിന്ന് കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞതാ, കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് അത്ഭുതമായി വാഗ്ദാനം നൽകിയ സമയത്തും എത്തിച്ചേർന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഒരു വടിയുണ്ടായിരുന്നു, മുത്തുനബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് എറിഞ്ഞു. ജിബ്രീലിനെ കാണാതെ വന്നപ്പോ, വരുമെന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാതെ ഇരുന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, അള്ളാഹുവിന്റെ ദൂതന്മാരെ ഇതുവരെ അവരുടെ വാഗ്ദാനം ലംഘിച്ചിട്ടില്ലല്ലോ. കറക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ജിബ്രീൽ വരാറുണ്ട്. ഇന്ന് എന്തേ അള്ളാഹ് വാഗ്ദാനം ലംഘിച്ചു കളഞ്ഞത്? അള്ളാഹുവേ, അവിടെ നിന്ന് വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ വയ്യിലിരുന്ന വടി പോലും മുത്തുനബി എടുത്തെറിഞ്ഞു. അപ്പോഴാണ് തന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു നായക്കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കാണേണ്ട താമസം അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, അല്ലയോ ആയിഷ, ഈ നായ ഇവിടെ ഇരിക്കണത് നീ കണ്ടില്ലേ? ഈ നായ ഈ വീടിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല നബിയേ. നബിയെ, ഞാൻ അറിഞ്ഞില്ല നബിയെ, ഞാൻ കൊണ്ടുവച്ചതല്ല, ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല നബിയെ. അപ്പോഴാണ് അല്ലാഹുവേ, ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതിനവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്. ആ വീടിന്റെ കട്ടിലിനടിയിലിരുന്ന നായ പടന്ന് പുറത്താക്കുകയാണ്. അതിനെ പുറത്തിറക്കിയതിനു ശേഷമാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ജിബ്രീൽ കടന്നു വരികയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജിബ്രീൽ, എന്നാൽ താങ്കൾ വന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ വീടിനകത്തുണ്ടായിരുന്ന നായ എന്നത് താങ്കളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞു നബിയേ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നിശ്ചയമായും മലക്കുകൾ നായുള്ള വീട്ടിലും ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞ സമയത്ത് വരുന്നില്ല. പ്രവാചകൻ നോക്കിയിരുന്നിട്ട് ദേഷ്യം കൊണ്ട് തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, അല്ലാഹുവേ, നിന്റെ അടിമകൾ അല്ലാഹുവേ അവിടെ നിന്ന് പറയുന്ന വാക്ക് ലംഘിക്കാറില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാ കട്ടിലിനടിയിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന ഒരു പട്ടിയിരിക്കുക. ആ പട്ടി അപ്പോഴാ പറഞ്ഞു കൊടുത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ കടന്നു വരാത്ത വീടാണ് നായുള്ള വീട്, ചിത്രങ്ങളുള്ള വീട്. എല്ലാവരും, ഞങ്ങളൊക്കെ വഴുതിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കും. മംഗലാപുരത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലും. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോൻ്റെ പേന എടുത്തിട്ട് ഉരച്ച് നമ്മൾ തന്നെ നമ്മുടെ മുഖം മറയ്ക്കേണ്ട ഗതികേടാണ്. കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീടിന്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ അലമാരിക്കകത്ത് ഫോട്ടോ മറച്ചു വെക്കുന്നൊരവസ്ഥ. കാരണം എന്തേ? മലക്കുകൾ വരൂല, മലക്കുകൾ കടന്നു വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നിങ്ങൾ നോക്ക്. എങ്ങനെയാണ് രൂപങ്ങളുള്ള വീട്ടിലും മലക്കുകൾ വരാത്തതിന്റെ തെളിവ് വേണോ? അല്ലാഹുവേ, അന്നബീഹി അന്നഹു സമിഅ ആയിഷ تقول دخل علي رسول الله صلى الله عليه وسلم وقد سترته صهوة لي بكرام فيه تماثيل فلما راه يا عائشة أشد الناس عذابا عند الله يوم القيامة الذي يضاهون بخلق الله. قالت عائشة فقطعناه فجعلنا منه وسادة أو وسادتين. സംഭവങ്ങളോടെ
പടമൊക്കെ വരയ്ക്കണവര് കേട്ടോ, പടങ്ങളൊക്കെ വരയ്ക്കണവരുണ്ടല്ലോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ എന്റെ വീട്ടിൽ പ്രവേശിച്ചു. എന്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. 2 രൂപങ്ങളുള്ള ഒരു മറ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മറച്ചിരുന്നു. ജനലിൽ ഇങ്ങനെ മറച്ചിരിക്ക ഒരു മറ, അതിനകത്ത് 2 രൂപങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു, കോപം വരുമ്പോഴങ്ങനെ വരിക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് വല്ലാതെ ചുമന്നു തുടുക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്റെ വീട്ടിലേക്ക് വന്ന പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു തുടുത്തിട്ട് വീടിനകത്ത് കയറാതെ പ്രവാചകൻ തിരിച്ചുപോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സങ്കടമായി. അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരണമെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. 2 എന്തോത്തിന്റെയോ 2 രൂപങ്ങൾ, 2 ചിത്രങ്ങൾ ആ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്തുണ്ടായിരുന്നു. മുത്തുനബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടപ്പോൾ അതിന്റെ സ്ഥാനത്ത് നിന്നത് വലിച്ചു കീറാൻ പറഞ്ഞു ആയിഷ ബീവിയോട്. ആ രൂപങ്ങളുള്ളത് വലിച്ചു കീറാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എന്റെ ഉമ്മമാരെ, എന്റെ മുസ്ലിമേ, പടം വരയ്ക്കുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, വരച്ച ചിത്രങ്ങൾ വീടിന്റെ അകത്ത് തൂക്കിയിടുന്നവർ, മൃഗങ്ങളുടെയും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കൊണ്ട് നടക്കുന്നവർ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ഒരു ജനവിഭാഗമാണ്. ഒരു ജനവിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാ. അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ, രൂപങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കാണ് നാളെ കഠിന ശിക്ഷ കിട്ടുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, അത് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് മുത്തുനബി വീടിനകത്ത് കയറിയത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ രൂപങ്ങൾ, ആ ചിത്രങ്ങളുള്ള തുണി ഞാൻ മുറിച്ചു കളഞ്ഞതിന് ശേഷമാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ വീടിനകത്ത് കയറിയത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, തുണിക്കകത്ത്, ഇന്നത്തെ തുണിയൊക്കെ നോക്കിയ ബെഡ്റൂമിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന, കട്ടിലിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന തത്തമ്മ പറക്കുന്നത് കാണാം, അല്ലേ? എന്താ റഫീഖ? പല നമ്മുടെ വീട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ പോലും കിളികൾ, എന്നിട്ട് പറയാ റഹ്മത്തിന്റെ മലക്ക് വരണം. വാതിലിന്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കർട്ടനകത്ത് പറവ പറക്കുന്നുണ്ട്, പൂച്ച ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് പറയാ മലക്കുകൾ വരണമെന്ന്. വരും, അസ്റായിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് വരും? അസ്റായിലിനെ ഇതുവല്ലം തടയോ? പട്ടിയല്ല, പന്നിയല്ല, ഇനി എന്തുണ്ടെങ്കിൽ ആ ചങ്ങാതി കയറി വരും. അള്ളാഹു നല്ല അവസ്ഥയിൽ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് പോലും ഒരു ചിത്രം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് വീടിനകത്ത് കയറിയില്ല. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനകത്ത് പോയിട്ട് തെരഞ്ഞു നോക്ക്, കയറുമ്പോഴേ കാണാം പടച്ചവൻ ഇങ്ങനെ ഹാരമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, സെൽഫിക്കകത്ത്, വീടിനകത്ത്, റൂമിനകത്ത് കല്യാണ ഫോട്ടോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഫോട്ടോ തന്നെയല്ലേ എല്ലാ ദിവസവും ഇതനുസരി തന്നെ രാവിലെ ഇറങ്ങുമ്പോൾ സ്വന്തം ചിത്രം കാണാൻ വേണ്ടി വീട്ടിൽ ഇങ്ങനെ വരച്ചിട്ട് അതും കണ്ടിട്ട് ഇറങ്ങിപ്പോയാൽ വറക്കത്തുണ്ട്. നമ്മുടെ മോൻ തന്നെ കണ്ടിട്ട് ഇതിനാ ഫോണിൽ തന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഗ്യാലറിക്കകത്തെങ്കിലും സ്ഥലമില്ല. ഇങ്ങനെ നിന്നതും അങ്ങനെ ചാടുന്നതൊക്കെ എടുത്ത് നിറച്ചു വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ വീടിനകത്തുകൂടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പല വീടുകളിലും ഫോട്ടോകൾ കാണാൻ. വേണ്ട സഹോദര, അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്ക് നിന്റെ വീട്ടിലില്ലെങ്കിൽ ഈ ഫോട്ടോ കൊണ്ട് എന്ത് നേട്ടമാ ഉള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, സംഗീത വസ്തുക്കളൊക്കെ വീടിനകത്ത് വെക്കുക.
മറ്റുള്ള സാധനങ്ങൾ അറിയാലോ, ചെണ്ടമേളങ്ങളും മറ്റുള്ള സാധനങ്ങളും. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽഹരീറ വൽഖംറ വൽമആസിഫ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സംഗീത ഉപകരണങ്ങളും പുരുഷന്മാർക്കും പാട്ടുപാടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക. ആ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരൂല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക, സൂക്ഷിക്കുക. അങ്ങനെയുള്ള വസ്തുക്കൾ, സംഗീത ഉപകരണങ്ങൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനന്ന ഫീ ഹാദിഹി ഉമ്മത്തുൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന ശിക്ഷയും ചരൽ വർഷവും രൂപമാറ്റവും വന്നു ഭവിക്കും. അത് അവ കള്ളു കുടിക്കുകയും പാട്ടുകാരികളെ കൊണ്ട് നടക്കുകയും അതുപോലെയുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ശിക്ഷകൾ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ വീടുകൾ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വീടുണ്ടാക്കിയിട്ട് സമാധാനമില്ല ഉസ്താദ്, സന്തോഷമില്ല ഉസ്താദ്, തമ്മിലടിയാണ് ഉസ്താദ്, ഐശ്വര്യമില്ല ഉസ്താദ്, ബറക്കത്തില്ല ഉസ്താദ്, എന്ത് കിട്ടിയിട്ടും തികയുന്നില്ല ഉസ്താദ് എന്ന് പരാതി പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീടിനകത്ത് കടന്നു വരണോ? ഐശ്വര്യം വേണോ? സമാധാനം വേണോ? ബറക്കത്ത് വേണോ? സന്തോഷം വേണോ? അതിനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് അല്ലാഹുവിനെ കുറിച്ച് പറയ്, ദിക്റുകൾ പറയുന്ന വീടാകണം, തസ്ബീഹ് പറയുന്ന വീടാകണം. വൈകുന്നേരമായ പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് വീടിനകത്തിരുന്നിട്ട് പള്ളിക്കകത്തിരുന്ന തസ്ബീഹ് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ദിക്റ് പറയുന്ന വീടുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നത്. അവിടെയാണ് പടച്ചവനെ കൊട്ടാരം പോലെ വീടില്ലെങ്കിലും ചോർന്നൊലിക്കുന്ന ഓലശെട്ടിനകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അവർ ജീവിച്ചിരുന്നത്. അവർക്ക് തിന്നാൻ മട്ടൻ മന്തിയില്ലായിരുന്നു. പടച്ചവനെ അറബി ഫുഡുകൾ ഉണ്ടായിരുന്നു. കഞ്ഞിയും ചോറും പഴങ്കഞ്ഞിയും ചമ്മന്തിയും കപ്പയും തിന്നുകൊണ്ട് പടച്ചവനെ അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചതിന്റെ കാരണം എന്തെന്നറിയോ? പടച്ചവനെ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്ന് ഞാനും എന്റെ ഭാര്യയും തമ്മിലടിയാണ്. പടച്ചവനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവും ഇന്ന് തമ്മിലടിയാണ്. എങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, 60-70 കൊല്ലം ജീവിച്ചിരുന്ന നിന്റെ ഉപ്പ എന്നെങ്കിലും നിന്റെ ഉമ്മയെ തല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ണുനീര് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വാപ്പയെ അനുസരിക്കാതെ ഉമ്മ എവിടെങ്കിലും ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, എന്തൊരു സ്നേഹമാ! പരസ്പരം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ മരിക്കുന്ന കാലം വരെ അവരൊരു കുടക്കീഴിൽ കിടക്കുന്നത് പോലെ ഒരു പുതപ്പിന്റെ കീഴിൽ സന്തോഷത്തോടെ ഉള്ളത് തിന്ന് സുഖിച്ച് നടന്നത്, അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാ. അതുകൊണ്ട് നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ദിക്റുകൾ നിന്റെ വീടിനകത്ത് പറയ്, പരിശുദ്ധമായ ഖുർആനോത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്ക്. പെണ്ണുങ്ങളോട് ഫർദ് നമസ്കരിക്കാൻ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിസ്കരിക്കാറുള്ള സൗകര്യം ഒരുക്കി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ
എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്ക്. മൃഗങ്ങളെ, പട്ടി, അല്ലാഹുവേ ഇങ്ങനെയുള്ള ജീവികളെ നിന്റെ വീട്ടിൽ നിന്ന് മാറ്റ്. വീടിനകത്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളെ മാറ്റിക്കൊടുക്ക്. എന്നിട്ട് മലക്കുകളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിറക്ക്. അല്ലാ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ഭവനമെത്ത നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വർഗത്തിന്റെ റാണിയായ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചരൽക്കല്ലുകളെ നിരത്തി വെച്ചിരുന്ന ഒരു റൂമിന്റെ അകത്ത് ഒരു തോല് വിരിച്ചിട്ടാണ് അവര് മണിയറ അതായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. കടക്കാനൊരു വിരിപ്പില്ല, ഒരു പായില്ല. ചരൽക്കല്ലുകളുടെ മുകളിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് കടന്നുറങ്ങിയത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ. തമ്മിലടിയും വഴക്കവും പിണക്കവും ഒന്നുമില്ലാതെ പടച്ചവരെ സന്തോഷത്തോടെ ജീവിച്ചു. അവസാനം പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടല്ലേ ഫാത്തിമ പോയത്. ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ, ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രം അറിയുമല്ലോ. ആ സ്വഹാബിയും സ്വഹാബി വനിതകളും ജീവിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവര് അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ അള്ളാന്റെ മലക്ക് കടന്നു വരണമല്ലോ, റബ്ബിന്റെ സഹായം വേണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീടിനകത്ത് ചെയ്താ അള്ളാന്റെ സഹായം വരികയാ, ബറക്കത്തുണ്ടാവുകയാ. വീടിനകത്ത് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവനും പറക്കിക്കളമോനെ. അത് എത്ര വലിയ രൂപമാകട്ടെ, ആരുടെ രൂപമാകട്ടെ, ഒരാളുടെയും രൂപം നമ്മുടെ വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലല്ലോ. അത് പണ്ഡിതനാകണമെങ്കിലും എത്ര വലിയ മഹാനാണെങ്കിലും വീടിന്റെ അകത്ത് വെക്കാൻ പാടില്ലല്ലോ. അവന് പടച്ചവനെ ഒരു ചിത്രത്തിലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിലാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് രൂപം കണ്ടിട്ടല്ല. ഹൃദയത്തിനകത്ത് കേറിയ രൂപം വേണ്ടല്ലോ. ഹൃദയത്തിന്റെ അകത്ത് കേറിയ പിന്നെ രൂപം എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി നമുക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ. പ്രവാചകന്റെ രൂപം നമുക്കറിയില്ല, മുത്തുനബിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് മുത്തുനബി ഇരിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുടി എങ്ങനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ നിറം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ നിന്ന് പഠിച്ച അറിവല്ലേ ഉള്ളത്. കിതാബിലൂടെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കളും, അവിടുത്തെ സ്വഹാബത്തും വിവരിച്ചു തന്നത് മാത്രമല്ലേ നമുക്കറിയോ. എന്നിട്ട് നമ്മൾ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ട് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരുടെയും ചിത്രങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് വെക്കല്ലേ. റഹ്മത്തിന്റെ മലക്കുകളെ തടയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് സമാധാനമുള്ള ജീവിതം വേണം, സന്തോഷമുള്ള ജീവിതം വേണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. വീടിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി എങ്ങനെയാണ് വീട് പണിയേണ്ടത്? ഒരാൾ വീട് പണിയുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം? വെറുതെ ചെയ്താൽ പോരാ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.